നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. പൂരപ്പറമ്പുകൾ ശവപ്പറമ്പുകളാകുന്നു. രോദനങ്ങളും നിലവിളികളും ഉയരുന്നു. ആഘോഷാരവങ്ങൾ കൊണ്ട് നിറയേണ്ട ദിനങ്ങൾ അലറിക്കരച്ചിലുകളുടേതാകുന്നു. ദിനംപ്രതി ഞെട്ടലോടെയാണ് ആനകൾ ഇടയുന്നതിന്റെയും ആക്രമണങ്ങളുടെയും കാഴ്ചകൾ നമ്മൾ കാണുന്നത്. പൂരവും വെടിക്കെട്ടും മലയാളികളുടെ പൊതുവികാരമാണ്. ഉത്സവാഘോഷങ്ങൾ കൊഴുക്കണമെങ്കിൽ ഇവ രണ്ടും വേണം എന്നാണല്ലോ പൊതുവെയുള്ള ധാരണ. അതുകൊണ്ടാണ് ഉത്സവാഘോഷങ്ങളിലെ നിയന്ത്രണങ്ങൾ പലപ്പോഴും ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ഉത്സവപ്രേമികളുടെ ആവശ്യത്തെ തള്ളുകയല്ല, പക്ഷേ മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഉത്സവാഘോഷങ്ങളിലെ ആനയെഴുന്നള്ളിപ്പ് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഒരു ദിവസം പോലും ആനയിടയാത്ത ഉത്സവാഘോഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഇടയുക മാത്രമല്ല, എത്ര ജീവനുകളാണ് പിടഞ്ഞത്, എത്രയോ പേർക്ക് പരിക്കേറ്റു, നാശനഷ്ടമുണ്ടായത് വേറെയും. എന്നിട്ടും നമ്മൾ പഠിക്കുന്നുണ്ടോ? എന്തു ചെയ്യാം എന്ന് ആലോചിക്കുന്നുണ്ടോ? കാട്ടാന പലരുടെയും ജീവൻ കവരുമ്പോൾ പ്രതിഷേധമുയർത്തുന്ന നമ്മൾ എന്തുകൊണ്ട് നാട്ടാന ആക്രമണത്തിൽ മൗനം പാലിക്കുന്നു? കോടതിയുടെ നിയന്ത്രണങ്ങൾ മുഖവിലക്കെടുക്കാതെ ഉത്സവപ്രേമികളെ നിരാകരിക്കുന്നു എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ആളുകൾ കൂടുന്നിടത്ത് ആനകൾ ഇടയുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിശബ്ദമായി കാണുകയല്ലാതെ എന്തു ചെയ്യാൻ? എന്തുകൊണ്ടാണ് ആനകൾ ഇങ്ങനെ ഇടയുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്താണ്? ഇതൊക്കെയാണ് ചർച്ചയാകേണ്ടത്. ഉത്സവാഘോഷങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കണ്ട എന്ന നിലപാടിന് മുമ്പ് കാരണങ്ങളും പരിഹാരങ്ങളുമാണ് അനിവാര്യം. ആനയെഴുന്നള്ളിപ്പ് നിന്നുപോയാൽ അതുകൊണ്ട് പട്ടിണിയാകുന്ന ഒരു വിഭാഗമുണ്ട്. കേരളത്തിലെ 600ഓളം വരുന്ന നാട്ടാനകളിൽ ബഹുഭൂരിപക്ഷവും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. പിന്നെ കൂടുതൽ ആനകളുള്ളത് ഗുരുവായൂർ, കൊച്ചി, തിരുവിതാംകൂർ ദേവസ്വങ്ങൾക്കാണ്. ആനയെഴുന്നള്ളിപ്പ് ഇല്ലാതായാൽ പട്ടിണിയാകുന്നത് ആനകൾ കൂടിയാണ്. നിർത്തലാക്കുക എന്നതല്ല പരിഹാര മാർഗമായി വേണ്ടത്. ചൂടുകൂടുമ്പോൾ ആനകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നിരന്തരം എഴുന്നള്ളിപ്പുകൾ എടുക്കുക, കിലോമീറ്ററുകളോളം നടക്കുക എന്ന ആനവ്യായാമമില്ല. ലോറികളിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്. വലിയ ശബ്ദം കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് ആനകൾ. വെടിക്കെട്ടുപോലുള്ള ശബ്ദം എങ്ങനെ ഇവയെ ബാധിക്കാതിരിക്കും? പാപ്പാന്മാരുടെ ഉപദ്രവം വേറെയും. പരിചയസമ്പന്നരല്ലാത്ത ആനകളുടെ സ്വഭാവം മനസ്സിലാക്കാത്തവർ ആനയുടെ ചട്ടക്കാരായാൽ ഇങ്ങനെ കാരണങ്ങൾ പലതാണ്. അടിസ്ഥാന കാരണങ്ങൾക്കാണ് പരിഹാരം കാണേണ്ടത്. ഉത്സവാഘോഷങ്ങളും വേണം, ആന എഴുന്നള്ളിപ്പും വേണം, അതും സുരക്ഷിതമായി. ഉത്സവ പറമ്പുകളിൽ ഭയമില്ലാതെ നിൽക്കാൻ സാധിക്കണം. സമകാലിക പ്രശ്നങ്ങൾ ഒരു പാഠമാണ്, ചിന്തിക്കാനുള്ള, പരിഹാരം കാണാനുള്ള പാഠം. ആനയും ഒരു ജീവിയാണ്. പണത്തിനു വേണ്ടി അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ഭാരം ചുമത്തിയാൽ അവ പ്രതികരിക്കും. നട്ടുച്ച വെയിലത്ത് ചൂടും ശബ്ദവും തിരക്കുമെല്ലാം ആനകൾക്ക് ഉൾക്കൊള്ളാവുന്ന ഒന്നല്ല. ചില നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. ആനകൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവനും കൂടി. ഇനിയും ഉത്സവപ്പറമ്പുകൾ ചോരക്കളമാകരുത്. സർക്കാർ സംവിധാനങ്ങൾ അഴിമതിയുടെ കേന്ദ്രങ്ങളാകുന്നത് ആദ്യ സംഭവമൊന്നുമല്ല. പക്ഷേ പൊതുജനങ്ങൾ കഴുതകളല്ല. എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ഇക്കൂട്ടർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ശമ്പളത്തിന് പുറമെ സാധാരണക്കാരന്റെ അധ്വാനത്തിൽ നിന്ന് അനധികൃതമായി പണം വാങ്ങി സ്വന്തം പോക്കറ്റ് നിറയ്ക്കാം എന്ന് കരുതിയാൽ അവിടെ തെറ്റി. സർക്കാർ ഖജനാവിൽ നിന്ന് പണവും അതിനു പുറമെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. പിന്നെന്തിനാണ് ഈ പിടിച്ചുപറി? അതികൊതി ആപത്ത് എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. കൈക്കൂലി വാങ്ങിയ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിലായി. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിൽ തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടർ മനോജും ഒപ്പമുണ്ടായിരുന്ന ഏജന്റ് മജീദുമാണ് 1000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. മലപ്പുറം താനാളൂർ സ്വദേശിയായ പരാതിക്കാരന്റെ അമ്മാമന്റെ പേരിൽ കുറ്റിപ്പുറം വില്ലേജിലുള്ള 10 സെന്റ് തോട്ടഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിനായി തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു. വിദേശത്തുള്ള അമ്മാവൻ ചുമതലപ്പെടുത്തിയത് പ്രകാരം രേഖകളുമായി പരാതിക്കാരനാണ് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ ഹിയറിംഗിന് ഹാജരായത്. തുടർന്ന് ഫെബ്രുവരി 1 സ്ഥല പരിശോധനയ്ക്കായി റവന്യൂ ഇൻസ്പെക്ടർ മനോജ് സ്ഥലത്ത് വരികയും സ്ഥല പരിശോധനയ്ക്ക് ശേഷം 1000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തതായി പറയുന്നു. കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ പരാതിക്കാരനോട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുമ്പോൾ പണം തരണമെന്നും എല്ലാ ബുധനാഴ്ചയും ഓഫീസിൽ കാണുമെന്നും ഫോണിൽ വിളിച്ചിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞു. തുടർന്ന് പരാതിക്കാരൻ ഈ വിവരം മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി കാത്തിരിക്കുകയുമായിരുന്നു. തുടർന്ന് റവന്യൂ ഇൻസ്പെക്ടർ മനോജ് ഫോണിൽ കൂടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ
വൈകിട്ട് 6 മണിയോടെ ഓഫീസിലെത്തിയ പരാതിക്കാരനോട് റവന്യൂ ഇൻസ്പെക്ടർ മനോജിന്റെ തൊട്ടടുത്ത് കസേരയിലിരുന്ന ഏജന്റ് മജീദിന്റെ കൈവശം പണം ഏൽപ്പിക്കുന്നതിനാവശ്യപ്പെട്ടു. കെണിയൊരുക്കി നിരീക്ഷിച്ചു നിന്ന വിജിലൻസ് സംഘം റവന്യൂ ഇൻസ്പെക്ടർ മനോജിനെയും ഏജന്റ് മജീദിനെയും കൈയോടെ പിടികൂടി. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 എന്ന നമ്പറിലോ 85 92 90 09 എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പറായ 94 47 78 91 00 എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത IPS അറിയിച്ചു. ജനസൗഹൃദമായി ഇടപെടേണ്ട ഒന്നാണ് സർക്കാർ സംവിധാനങ്ങൾ. അവിടെ ജനദ്രോഹപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തടയിടുക തന്നെ വേണം. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് പൊതുജനത്തിന് നിരന്തരം സമ്പർക്കം പുലർത്തേണ്ട ഇടം. വരുന്നവരോട് മുഴുവൻ കൈക്കൂലി ആവശ്യപ്പെടുക. ഓരോ ആവശ്യങ്ങൾക്ക് വരുമ്പോഴും 1000 രൂപ മുതൽ കൂടുതൽ തുക ചോദിച്ചിരിക്കുക. കാര്യം നടക്കട്ടെ എന്ന് കരുതി ചിലർ പണവും തന്നും ഇണ്ടാതിരിക്കും. പക്ഷേ വിയർപ്പിന്റെ വില അറിയാവുന്നവർക്ക് വെറുതെ കളയാൻ പണമില്ല. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ ഇനി ശ്രദ്ധിക്കുമല്ലോ അല്ലേ? മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ പ്രശംസ പിടിച്ചുപറ്റിയ സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ സംവിധാനങ്ങൾ എല്ലായിടത്തും കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഇല്ല എന്ന്. കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞാലും മാലിന്യം വലിച്ചെറിയുന്നതിന് ഒരു കുറവുമില്ല. ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കണമെന്ന് വാതോരാതെ പറയുകയല്ലാതെ മാതൃക കാണിക്കേണ്ടവർ പോലും അതിന് മിനക്കെടുന്നില്ല. വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിലെ മാലിന്യ കൂമ്പാരമാണ് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നത്. 3 ദിവസം ഈ മാലിന്യം പുകഞ്ഞ് പരിസരവാസികൾ ദുരിതമനുഭവിച്ചു. 1/4 നൂറ്റാണ്ട് മുമ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പണിയാൻ വേണ്ടി ദേവസ്വം ഏറ്റെടുത്തതാണ് 2 ഏക്കറിലധികം വരുന്ന തിരുത്തിക്കാട് പറമ്പ്. ഇതിപ്പോൾ ദേവസ്വത്തിന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ്. പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെയും ദേവസ്വത്തിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെയും മാലിന്യം മുഴുവൻ എത്തുന്നത് ഇവിടെയാണ്. കാനകളിൽ നിന്നുള്ള മാലിന്യം മണ്ണു മുതൽ കോൺക്രീറ്റ് മാലിന്യം വരെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. വേനൽ കനത്തതോടെ ഇവിടെ കാട് പിടിച്ചു കിടക്കുന്ന പുല്ലിന് തീ പിടിക്കുകയാണ്. ഇതിനിടയിലാണ് ബുധനാഴ്ച രാവിലെ തീപിടുത്തമുണ്ടായത്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് തീ പടർന്നത്. 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യവും പുൽക്കാടും കത്തിനശിച്ചു. ഗുരുവായൂർ കുന്നംകുളം ഫയർഫോഴ്സുകൾ എത്തിയാണ് തീ അണച്ചത്. അതേ ദിവസം തന്നെ വൈകിട്ട് 4 മണിയോടെ തീ വീണ്ടും ആളിക്കത്തി. ഫയർഫോഴ്സ് വീണ്ടും എത്തി തീ കെടുത്തി. കറുത്ത പുക ഉയർന്ന് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടതായി പരിസരവാസികൾ പറഞ്ഞു. പിറ്റേ ദിവസവും തീ അണയാതെ പുകഞ്ഞുകൊണ്ടിരുന്നു. ഉച്ചയോടെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ക്ഷേത്രത്തിനകത്ത് വിളക്കുകൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന പോളിസ്റ്റർ തുണികൾ മാലിന്യക്കൂട്ടത്തിലുണ്ട്. ഇതിൽ നെയ്യും എണ്ണയും പുരണ്ടതിനാൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ നിന്നുള്ള കറുത്ത പുക ശ്വസിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി പരിസരവാസികൾ പറയുന്നു. നഗരസഭയും ദേവസ്വവും പ്രദേശവാസികളെ വെല്ലുവിളിക്കുകയാണെന്ന് വാർഡ് കൌൺസിലറും പ്രതിപക്ഷ നേതാവുമായ KP ഉദയൻ ആരോപിച്ചു. കോടികൾ വരുമാനമുള്ള ദേവസ്വം മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പ് വർഷങ്ങളായി കാട് പിടിച്ച് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഗുരുവായൂർ ദേവസ്വം മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പരിസരത്ത് താമസിക്കുന്ന ഒട്ടനവധി വീടുകളിലെ ജനങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ വാതിലോ ജനലോ തുറക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഇന്നലെ രാത്രി തന്നെ ഒട്ടനവധി ആളുകളാണ് ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുള്ളത്. ദുർഗന്ധത്തോടു കൂടിയുള്ള പുകയാണ് ആ പരിസരത്ത് ആകെ പരക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം അവിടെ കൊണ്ടിട്ട് കത്തിക്കുന്നത് 3 ദിവസമായി നിരന്തരം അവിടെ പുകയാണ്. തീ ഇതുവരെ കിടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ പോലും അവിടെ ഗുരുവായൂർ ഫയർഫോഴ്സിൻ്റെ പ്രവർത്തകർ വന്ന് അവിടെ വെള്ളം അടിച്ച് കിടത്താനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിനൊന്നും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ഗുരുവായൂർ നഗരസഭയുടെയും ഭാഗത്ത് നിന്ന് യാതൊരു വക പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും അവിടെ നടത്തിയതായി കാണുന്നില്ല. ഇത് വലിയ പ്രതിഷേധമാണ്. ആവശ്യം ന്യായമാണ്. ശാശ്വത പരിഹാരമാണ് അനിവാര്യം. പൊതുജനം എന്തിന് ഈ ദുരിതം പേറണം? കോടികൾ വരുമാനമുള്ള ദേവസ്വത്തിന് ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാൻ എന്താണ് അമാന്തം? മാലിന്യ സംസ്കരണത്തിൽ പേര് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പൂർണ്ണമായി എല്ലായിടത്തും അത് പ്രാവർത്തികമാക്കാനുള്ള ബാധ്യത കൂടി സർക്കാരിനുണ്ട്. പൊതുജനം മാലിന്യം കത്തിച്ചാലും തള്ളിയാലും ഉടനടി പിഴ ഉൾപ്പെടെയുള്ള നടപടിയെടുക്കുന്ന അധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. കാരണവന്മാർക്ക് അടുപ്പിലും ആവാം എന്നാണെങ്കിൽ നോ കമന്റ്സ്.
അഴിമതി ചെയ്യുന്നത് ശരിയല്ല. ഇനിയിപ്പോ ചെയ്താലും എത്ര നാൾ മൂടിവെക്കപ്പെടും? സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരുമെന്നാണല്ലോ. അഴിമതി നടത്തിയോ ഇല്ലയോ എന്നത് അന്വേഷണത്തിനൊടുവിൽ തെളിയും. എന്തായാലും അതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ മണക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം. ചൂണ്ടൽ പഞ്ചായത്തിലെ കളിമണ്ണ് ഖനന അഴിമതി വിജിലൻസ് സ്ഥല പരിശോധന നടത്തി. പഞ്ചായത്തിൽ 2018 നടന്ന കളിമണ്ണ് ഖനനത്തിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ പരാതിയിൽ തൃശൂർ വിജിലൻസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഖനനം നടത്തിയ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലും പഞ്ചായത്ത് ഓഫീസിലുമായിരുന്നു പരിശോധന. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന ഫാം പോണ്ടിന്റെ മറവിൽ നിയമവിരുദ്ധമായി ചൂണ്ടൽ പഞ്ചായത്തിലെ താമസക്കാരിയല്ലാത്ത ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ കാർഡില്ലാത്ത സ്വകാര്യ വ്യക്തിക്ക് 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കേച്ചേരിപ്പുഴയുടെ തീരത്ത് മത്സ്യക്കുളം നിർമ്മിക്കുകയായിരുന്നു. കുളത്തിൽ നിന്നും അനധികൃതമായി ലോഡ് കണക്കിന് കളിമണ്ണ് കടത്തിക്കൊണ്ടുപോയി എന്നു കാണിച്ച് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും KPCC സെക്രട്ടറിയുമായ CC ശ്രീകുമാർ നൽകിയ പരാതിയിൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KS കരീം ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയേഷിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിർമ്മിച്ച 4 കുളങ്ങളിൽ നിന്നുള്ള മണ്ണിന്റെ സാമ്പിളുകൾ സംഘം പരിശോധനയ്ക്കായി ശേഖരിച്ചു. പഞ്ചായത്ത് ഓഫീസിലെത്തി രേഖകളും പരിശോധിച്ചു. ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചൂണ്ടൽ പഞ്ചായത്തിലെയും എരനല്ലൂർ വില്ലേജിലെ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കാളികളായി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KS കരീം ഉൾപ്പെടെയുള്ളവരെയും വിജിലൻസ് പരിശോധന നടത്തുമ്പോൾ വിളിച്ചു വരുത്തിയിരുന്നു. പരിശോധന തകൃതിയായി നടക്കട്ടെ. 2018 നടന്ന സംഭവമാണ്. ഇനിയും എത്ര വർഷങ്ങൾ എടുക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്തായാലും സത്യം തെളിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാലപ്പഴക്കമെത്തിയവ നവീകരണം നടത്തേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അപകടങ്ങൾക്കൊപ്പം തന്നെ ഉപയോഗയോഗ്യമല്ലാതാവുകയും ചെയ്യും. ഇനിയിപ്പോ നവീകരിക്കുമ്പോഴോ നിലവിലെ അവസ്ഥ കണ്ടറിഞ്ഞ് കൂടുതൽ സൗകര്യങ്ങളോടെ പുതുക്കി പണിയുകയും വേണം. പറഞ്ഞു വന്നത് ദ്രവിച്ചു തുടങ്ങിയ പാലത്തെക്കുറിച്ചാണ്. കടവല്ലൂർ പാടശേഖരത്തിലുള്ള പാലത്തിന്റെ ശോചനീയാവസ്ഥ കാണാം. സംസ്ഥാന പാതയിൽ കടവല്ലൂർ പാടശേഖരത്തിന് കുറുകെയുള്ള പാലത്തിന്റെ അടിഭാഗം ദ്രവിച്ചു തുടങ്ങി. 60 വർഷത്തോളം മുമ്പ് നിർമ്മിച്ച പാലമാണ് ജീർണാവസ്ഥയിലായത്. പല ഭാഗത്തും കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തുവന്ന നിലയിലാണ്. കമ്പികളിൽ തുരുമ്പ് ബാധിച്ചിട്ടുണ്ട്. ഹൈവേയിൽ മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിൽ ഉൾപ്പെടുന്ന വിധത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പാലത്തിന്റെ വീതിയും കൂട്ടിയിരുന്നു. പഴയ പാലം നിലനിർത്തിയാണ് അന്ന് നവീകരണം നടത്തിയത്. പുതുതായി നിർമ്മിച്ച ഭാഗത്ത് പ്രശ്നങ്ങളില്ല. കാലപ്പഴക്കമാണ് പാലം ജീർണിക്കാൻ കാരണമെന്ന് കരുതുന്നു. 60 വർഷത്തിനിടയിൽ ഒട്ടേറെ തവണ സംസ്ഥാനപാത നവീകരണം നടത്തിയിട്ടുണ്ടെങ്കിലും പാലത്തിന്റെ കേടുപാടുകൾ കണ്ടെത്താനുള്ള പരിശോധനകളൊന്നും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. തോട്ടിലെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളും തകരാറിലാണ്. ഇതുമൂലം കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. കൊള്ളഞ്ചേരി, കടവല്ലൂർ എന്നീ പാടശേഖരങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ക്രമീകരിക്കുന്ന വിധത്തിൽ സ്ലൂയിസ് സംവിധാനത്തോടെ പാലം പുതുക്കിപ്പണിയണമെന്നാണ് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് പ്രദേശവാസികൾ നവകേരള സദസ്സിൽ പരാതിയും നൽകിയിരുന്നു. പാലത്തിന്റെ തകരാർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകരെയാണ്. അതായത് കർഷകരുടെ ഉപജീവന മാർഗമായ കൃഷിക്ക് കൂടി വിനയാകും എന്ന അവസ്ഥ. എത്രയും പെട്ടെന്ന് പാലം നവീകരിക്കുക എന്നതാണ് ആവശ്യം. നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കർഷകർ തങ്ങളുടെ ദുരിതം കൂടി വ്യക്തമാക്കി മുന്നോട്ട് വരുന്നത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.